സ്നേഹം നിറഞ്ഞ എല്ലാവർക്കും വിനീതമായ കൂപ്പുകൈ. ഇന്ന് ഞാൻ പറയുന്ന വിഷയം പാലക്കാട് MLA രമേശ് പിഷാരടി നിയമസഭയിൽ അവതരിപ്പിച്ച സ്പെഷ്യൽ പെർമിഷനോടുകൂടിയുള്ള പ്രമേയം പാലക്കാട്ടെ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച വിഷയമായിരുന്നു. ഈ പിഷാരടിയുടെ പാർട്ടി തന്നെ 2012 തുടങ്ങാൻ തീരുമാനിച്ചു എന്ന് പറയുന്ന പട്ടികജാതി പട്ടികവർഗ മെഡിക്കൽ കോളേജ് ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു മെഡിക്കൽ കോളേജ് പട്ടികജാതി പട്ടിക വകുപ്പിൻ്റെ കീഴിൽ ഇന്നേ വരെ ഉണ്ടാവാത്ത ഒരു സംഭവം പെട്ടെന്ന് കേരളത്തിൽ തുടങ്ങി വയ്ക്കാനുണ്ടായ കാരണമെന്തായിരുന്നു എന്ന് നമ്മൾ ആദ്യം പഠിക്കേണ്ടതുണ്ട്. എന്തുതന്നെയായാലും പട്ടികജാതി പട്ടികവർഗത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി തുടങ്ങി വെച്ച ആ ആർജവം കാണിച്ച അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അനുമോദിക്കണമെന്നുണ്ടെങ്കിലും ഇത് ഒരു ദുഷിച്ച ലാക്കാണെന്ന് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു പട്ടികജാതി പട്ടികവർഗത്തിൻ്റെ കീഴിൽ ഒരു മെഡിക്കൽ കോളേജ് വിജയിച്ച് സാധാരണമാക്കി തീർക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുകളും നൂലാമാലകളും നിലനിൽക്കുന്നു. കാരണം പട്ടികജാതി പട്ടിക വകുപ്പിൻ്റെ നിയമാവലി അങ്ങനെയുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു കോളേജ് ഒരു സാധാരണ മെഡിക്കൽ കോളേജായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് നിയമാവലികൾ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാതെ ചാടിക്കയറി പാലക്കാട് വരാൻ പോകുന്ന ഒരു എയിംസിനെ നശിപ്പിച്ചു കളഞ്ഞ് ആ എയിംസിനു വേണ്ടി ഒരു മെമ്മോറാണ്ടം പോലും കൊടുക്കാൻ അന്നത്തെ മുഖ്യമന്ത്രി തയ്യാറാവാതെ തിരക്ക് പിടിച്ച് ഈ പട്ടികജാതി പട്ടിക വകുപ്പിൻ്റെ കീഴിൽ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങിയത് തന്നെ വളരെയധികം പ്ലാൻഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ കളിയായിരുന്നു. കാരണം പട്ടികജാതി പട്ടികവർഗത്തിൻ്റെ കീഴിലൊരു സ്ഥലമായി കഴിഞ്ഞാൽ അത് തിരിച്ച് ജനറലിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ഇനി ഒരു ജനറൽ മെഡിക്കൽ കോളേജോ ഒരു ആൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടോ വരരുത്, അതും കോൺഗ്രസ് അല്ലാതെ വേറൊരു മുന്നണി ഇവിടെ കൊണ്ടുവരരുത് എന്ന ഒരു ദുഷിച്ച ലാക്കോടുകൂടി തന്നെയാണ് അന്ന് തിരക്ക് പിടിച്ച് ഈ മെഡിക്കൽ കോളേജ് ഇവിടെ സ്ഥാപിച്ചത്. എന്നാൽ ആ സ്ഥാപിച്ചവർക്ക് അത് സ്ഥാപിച്ചതിന് ശേഷവും 2-3 വർഷം ഭരിച്ചു, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പട്ടികജാതി പട്ടികവർഗത്തിൻ്റെ പൈസ എടുത്ത് ദൂർത്തടിച്ച് കൊള്ളയടിച്ച് അവിടെ രാഷ്ട്രീയ ട്രസ്റ്റിൻ്റെ, അല്ലെങ്കിൽ ഞാനതൊന്നും പറയുന്നില്ല, കൊള്ള നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനു പറയുന്നു, എല്ലാ മെഡിക്കൽ കോളേജുകളിലും അതാത് സ്ഥലത്തെ MLA-മാരും MP-മാരും അവരുടെ ഫണ്ട് ഉപയോഗിച്ച് ബസ്സുകൾ ഓടിക്കുമ്പോൾ, അവരുടെ പേരെഴുതി വെച്ചുകൊണ്ട് ബസ്സുകൾ ഓടിക്കുമ്പോൾ പാലക്കാട്ടെ പട്ടികജാതി പട്ടികവർഗത്തിൻ്റെ ഈ മെഡിക്കൽ കോളേജിൽ അവിടുത്തെ MLA-യോ MP-യോ അവരുടെ ഫണ്ട് ഉപയോഗിച്ച് ഒരു ബസ് ഓടിക്കാൻ പോലും സാധിച്ചിട്ടില്ല. സാധാരണ അതാത് MLA-മാർക്കും MP-മാർക്കും അവരുടെ പേരെഴുതി ആ പ്രദേശത്തു കൂടെ ഒരു വണ്ടി ഓടുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു പരസ്യമാണ്. അതിനു പോലും സാധിക്കാതെ പട്ടികജാതി പട്ടികവർഗത്തിൻ്റെ ഫണ്ട് ട്രാൻസ്പോർട്ടേഷൻ എന്ന പേരിൽ കൊല്ലം തോറും കോടികൾ എഴുതിത്തള്ളാനുള്ള ഒരു സാഹചര്യം അവിടെ നിലനിർത്തിക്കൊണ്ട് 10-12 കൊല്ലമായിട്ട് ഈ കോളേജ് പോയിക്കൊണ്ടിരിക്കുകയാണ്. 100-200 കോടി എല്ലാ കൊല്ലവും അവിടെ ഫണ്ട് കിട്ടുന്നത് ആ കോളേജ് കോമ്പൗണ്ടിൽ ഇനി ബില്ലിങ്ങുകൾ കെട്ടാൻ സ്ഥലമില്ലാത്ത തരത്തിൽ അത്രയ്ക്കും നിറച്ച് ബില്ലുകൾ കെട്ടിവെച്ചിരിക്കുകയാണ്. അതിലെല്ലാം വവ്വാലുകൾ സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ്. അതിൽ തമാശ, അവിടുത്തെ കുട്ടികൾക്ക് ഇപ്പോഴും ശരിയായി താമസിക്കാൻ നല്ലൊരു ഹോസ്റ്റൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത്രയും വൃത്തികെട്ട ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം ഇവിടെ ആരുണ്ടാക്കി, ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് ഇപ്പോൾ നിയമസഭയിൽ ഈ പ്രമേയം അവതരിപ്പിച്ച MLA തന്നെ അതിന് ഉത്തരം കണ്ടെത്തണം. അല്ലാതെ ഷോ നടത്തിയിട്ട് അമ്മയുടെ
അമ്മ എന്നൊന്നുമല്ല AMMAയുടെ സ്ഥാനത്തിരുന്നിട്ട് ഞാനിനി സിനിമ അഭിനയിക്കില്ല, വേറെ സ്ഥാനങ്ങൾ നടത്തില്ല എന്നൊക്കെ പ്രഖ്യാപനം നടത്തി പാലക്കാട്ടെ നിഷ്കളങ്കരായ ജനങ്ങളെ പറ്റിച്ച് വോട്ട് വാങ്ങി ആ MLA സ്ഥാനത്ത് കയറിയിരിക്കുന്ന പിഷാരടി ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ഈ നിയമസഭയിൽ അവതരിപ്പിച്ച ഈ പാലക്കാട് മെഡിക്കൽ കോളേജിനെ കുറിച്ചിട്ടുള്ള ഈ അഭിപ്രായം നിങ്ങളുടെ ആത്മാർത്ഥത കൊണ്ട് പറഞ്ഞതാണോ അതോ കയ്യടി വാങ്ങാൻ വേണ്ടി നിങ്ങൾ നടത്തിയതാണോ? നിങ്ങൾക്ക് ആർജവമുണ്ടെങ്കിൽ ആ കോളേജ് ഒരു സാധാരണ എല്ലാ ജനങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ നിങ്ങൾ അത് മാറ്റിയെടുക്കാൻ നിങ്ങളുടെ ഭരണകൂടത്തിനെ നിർബന്ധിച്ച് അത് ചെയ്യിക്കാനുള്ള തൻ്റെ ഇടം നിങ്ങൾ കാണിക്കുമെന്ന് ഇവിടുത്തെ ജനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു.